ഞാൻ ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ വിഷയത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ നാടായ മലപ്പുറത്തു നിന്ന് തന്നെ ഒന്ന് രണ്ട് ആളുകൾ വളരെ എന്താ പറയുക ഫിലിപ്പ് അടിമകൾ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വ്യക്തികൾ എനിക്ക് പേഴ്സണലായിട്ട് വർഷങ്ങളായിട്ട് അറിയുന്നവരും കൂടി കേട്ടോ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ. ഇവർ കണ്ടിന്യൂസ്ലി വിളിച്ച് വൻ രീതിയിലുള്ള സങ്കടം പറച്ചിലും വെളുപ്പിക്കലുമായിരുന്നു. ഇല്ല, ഫിലിപ്പ് സാർ അങ്ങനെ ചെയ്യില്ല, ഫിലിപ്പ് സാർ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല, ട്രാപ്പാണ്, ലഹരി മാഫിയയുടെ ട്രാപ്പാണ്. ഞാൻ എത്ര പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ഇന്ന് ന്യൂസ് കണ്ടാലെങ്കിലും ഇങ്ങനെ അടിമകൾ, ഫിലിപ്പ് അടിമകളായിട്ടുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാലും അവരറിവിലേക്കാണ്. ഹോട്ടൽ റൂം എടുത്തത് പോലീസ് ID കാർഡ് കാണിച്ച് റിമാൻഡ് റിപ്പോർട്ട് ഇന്ന് റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഈ കുട്ടിയെ കൊണ്ട് ഇയാൾ ഹോട്ടലിൽ ചെന്ന സമയത്ത് ഈ കുട്ടി 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് ഫിലിപ്പിനെ അച്ഛ എന്ന് വിളിപ്പിച്ച് ഈ കുട്ടിയുടെ ID കാർഡ് കൊടുക്കാതെ, അയാളുടെ ബാക്കി നാഷണൽ ID കാർഡൊന്നും കൊടുക്കാതെ, അയാൾ പോലീസ് ID VRS എടുത്ത് പിരിഞ്ഞൊരു പോലീസുകാരൻ്റെ കയ്യിൽ ID ഏത് രീതിക്ക് വന്നു എന്നുള്ളതൊക്കെ ഇനി അന്വേഷിക്കണം. ഈ ID കാർഡ് കാണിച്ചിട്ടാണ് ഇയാൾ ആ ഹോട്ടലിൽ ഈ കുട്ടിയെ കൊണ്ട് കയറിയത് എന്നുള്ളത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ, റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ വന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എവിടെ നിന്നാണോ ഇത് കിട്ടിയതെന്ന് ചോദിച്ചു എൻ്റെ എന്തൊക്കെയെന്നുള്ളൊക്കെ ആയിരുന്നു വിളി. കുട്ടി 18 വയസ്സിന് താഴെയാണ്. അപ്പോൾ ഇവനാണ് കയറി ചെല്ലുമ്പോഴത്തേക്ക് റൂം എടുത്ത് കൊടുക്കില്ല. അവിടെയാണ് ഇവൻ ഉപേക്ഷിച്ച VRS എടുത്ത് പിരിഞ്ഞ പോലീസിൻ്റെ ID കാർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ കൃത്യമായിട്ട് പോലീസിന് കിട്ടാവുന്ന വകുപ്പേ ഉള്ളൂ. ഫ്രണ്ട് ഡെസ്കിലുള്ള ആരോട് ചോദിച്ചാലും, അവിടെ അന്നേ ദിവസം എന്നുള്ള ആരോട് ചോദിച്ചാലും അറിയാം, ഈ കുട്ടി 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് കുട്ടിയുടെ ആധാർ കാർഡോ ID കാർഡോ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഇതുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം ഇവൻ എന്ത് ചെയ്തു, അച്ഛ എന്ന് വിളിക്കണം, ഫാദർ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടീനെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ച് പോലീസ് ID കാർഡ് എടുത്തിട്ട് അവിടെ കൊടുത്തു, ഈ ഫ്രണ്ട് ഡെസ്കിൽ കൊടുത്തു, റിസപ്ഷനിൽ. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ, അച്ഛൻ പോലീസ്, ഇത് മകള്, ഡയറക്റ്റ് റൂം എടുക്കുന്നു, റൂമിൽ കയറി ചെല്ലുന്നു. ഫിലിപ്പ് മമ്പാടിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയുമായിട്ട് ഇദ്ദേഹം മുറിയെടുത്തത് പോലീസിന്റെ ID കാർഡ് ഉപയോഗിച്ചാണ് എന്നുള്ളതാണ്. അതായത് VRS എടുത്ത് സർവീസിൽ നിന്ന് പുറത്തുപോയ ഉദ്യോഗസ്ഥനായിരുന്ന ഫിലിപ്പ് മമ്പാട് താൻ ഇപ്പോഴും പോലീസിലുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മുറിയെടുത്തത് എന്ന് വേണം കരുതുവാൻ. അങ്ങനെയാണെങ്കിൽ ഒരു വ്യാജ ID കാർഡ് അദ്ദേഹം ഇതിനോട് ഉപയോഗിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. സാധാരണ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുമ്പോൾ പിരിഞ്ഞു പോരുമ്പോൾ ID കാർഡ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിൽ അദ്ദേഹം കൊടുത്തോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതല്ലെങ്കിൽ കൊടുത്തെങ്കിൽ ഒരു വ്യാജ ID കാർഡ് അദ്ദേഹം ഉണ്ടാക്കി അത് ഈ ഒരു മുറിയെടുക്കാനുള്ള ആവശ്യത്തിനായി ഉപയോഗിച്ചു എന്ന് വേണം കരുതുവാൻ. അതീവ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്, ഒരു ക്രൈമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. VRS എടുത്ത് പിരിഞ്ഞ ഒരാൾക്ക് അയാളുടെ ID കാർഡ് സബ്മിറ്റ് ചെയ്യണം, മനസ്സിലായോ? അത് ഈ വ്യക്തി ചെയ്തോ ഇല്ലേ എന്നുള്ളതിലൊരു അന്വേഷണം വേണം. ചെയ്തിട്ടില്ലെങ്കിൽ ഈ ID കാർഡ് ഏതാണ് എന്നുള്ളത് അന്വേഷിക്കണം. ഇങ്ങനെ കള്ളത്തരത്തിലുണ്ടാക്കിയ ഒരു ഫേക്ക് ID കാർഡ് വെച്ചിട്ട് അയാൾ, ഓക്കെ, ഈ കുട്ടിയുടെ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇത് പിടി വീണു, ഇതിന് മുകളിൽ അന്വേഷണം നടത്തി ഇയാൾ ഇത് എവിടേക്ക് ഉപയോഗിച്ചു എന്ന് അറിയണ്ടേ? ഇയാൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇതുപോലെ ഈ പോലീസ് ID കാർഡ് ഉപയോഗിച്ച് എന്തൊക്കെ ക്രൈം നടത്തിയിട്ടുണ്ട്, സിമിലർ ആയിട്ട് വേറെ എവിടെയെങ്കിലും ഇതേപോലെ പോയി റൂം എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോലീസ് അന്വേഷിക്കണം. കേരള പോലീസിനടക്കം നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ഇവൻ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി ഇവനെ വെള്ള പൂശുന്നവരോടാണ് ഞാൻ പറയാനുള്ളത്, ഇവനൊരു ഒന്നാന്തരം ഫ്രോഡാണ്. ഇവൻ വന്നിരുന്ന അമ്മയെക്കുറിച്ച് പറയുന്നതും ബാക്കി കുട്ടികളെ കുറിച്ച് പറയുന്നതൊന്നും കണ്ട് നിങ്ങൾ മയങ്ങാൻ പാടില്ല. ഇവൻ്റെ ഒരു മമ്മൂട്ടി അഭിനയമുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ മയങ്ങി വീണത് തോന്നുന്നു. ഏതൊരു മക്കളുടെ മഹാവിജയങ്ങൾക്ക് പിമ്പിലും അമ്മയുടെ ഹൃദയം നിറഞ്ഞ സന്തോഷവും സ്നേഹവും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഒരാൾക്കും നിങ്ങൾ തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ ചന്തുവിൻ്റെ മറ്റതാണല്ലോ ഇവൻ. എടാ, ഈ പറയുന്ന അമ്മയെ കൊണ്ടല്ലടാ ഈ കുട്ടിയുടെ വീട്ടിൽ സെറ്റിൽമെൻറ്റിന് പോയേ. നിൻ്റെ ഈ വയ്യാതെ കിടക്കുന്ന അമ്മയെ നീ വിളിച്ചു കൊണ്ടുപോയിട്ടാണ് നീ കാണിച്ച നാറിത്തരം നീ എന്ത് ചെയ്തത്, മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിനുവേണ്ടി നീ ഈ പെറ്റ വയറ് നീ ഉപയോഗിച്ചില്ല നിൻ്റെ അമ്മേനെ. ഇവൻ ചെയ്ത പരിപാടിയാണ്. ഇവൻ ആ പെൺകുട്ടീൻ്റെ വീട്ടിലേക്ക് ഇവൻ്റെ അമ്മേനെയും കൊണ്ടുപോയി
ഇവൻ ചെയ്ത നാറിത്തരത്തിന് ആ പാവത്തിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്? മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുചെന്നതാ. അങ്ങനെ സ്വന്തം ചെറ്റത്തരങ്ങളും നാറിത്തരങ്ങളും ഒളിച്ചു വെക്കാനും മറയാക്കാനും വേണ്ടി സ്വന്തം അമ്മയെ ഉപയോഗിക്കുന്ന ഒരുത്തനാണ്. വീണ്ടും നിങ്ങളെ മനസ്സിലാക്കാനാണ്, ഇവൻ ഏതാ വിത്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവനെ സഹായിക്കുന്നതും ഇവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്ന ആളുകളും അവരുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. കള്ളന് കഞ്ഞി വെച്ചവന്മാരെന്നാണ് എനിക്ക് അവരെ കുറിച്ച് പറയാനുള്ളത്. അതിലുപരി അവരെ കുറിച്ചൊന്നും പറയാനില്ല. ഇപ്പോഴും ഇവനെ പുറത്തിറക്കാൻ വേണ്ടി നടക്കുന്ന, ഇവനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി നടക്കുന്നവർ, നിങ്ങളൊരു ഗതികേട്, നിങ്ങൾ എന്തെന്നായത്? ഇവൻ ഫ്രോഡാണ്, എ ക്ലാസ് ക്രിമിനൽ, എ ക്ലാസ് ഫ്രോഡ്. ഈ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവൻ്റെ ഒരു ന്യായീകരണം വരും, ഇതൊരു ട്രാപ്പായിരുന്നു, എന്നെ കൊടുക്കാൻ ശ്രമിച്ചതാണ്. ഇവൻ്റെ ഡേറ്റും കാര്യങ്ങളും ഇവൻ്റെ ഇവൻറ്റിന് പോകുന്നതും വരുന്നതും ഒക്കെ ഒരു ഡയറിയിൽ എഴുതി വെക്കുമായിരുന്നു. ആ ഡയറി ഇവൻ പോലീസുകാർ വരുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവന് കൃത്യമായ ഹെൽപ്പ് കിട്ടുന്നുണ്ട് പുറത്തുനിന്ന്. ഇവന് ലോക്ക് വീഴുന്നവന് മനസ്സിലായപ്പോൾ ഇവൻ കുറേ കാര്യങ്ങൾ, തെളിവ്, ഇവനെതിരെ വരാൻ മാത്രം പാകത്തിലുള്ള തെളിവുകളൊക്കെ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റി വെച്ചിട്ടുണ്ട്, അതില്ലാതാക്കിയിട്ടുണ്ട്. എന്നാലും ഇവനെ കൊണ്ട് മാറ്റി വയ്ക്കാനും ഇല്ലാതാക്കാനും പറ്റാത്ത അത്ര തെളിവുകൾ ഇവനെതിരെ വീണ്ടും കിട്ടിയിട്ടുമുണ്ട്. പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഇവൻ ID കാർഡ് മോശമായിട്ട് ഇതേപോലെ ഫേക്കായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, കേരള പോലീസ് എഗെയിൻ ഒരു കേസ് എടുക്കണം ഇവനെതിരെ. പോലീസ് അല്ലാത്ത ഒരാൾ പോലീസാണെന്ന് ചമഞ്ഞ് ഈ ID കാർഡ് കാണിച്ചു കൊടുത്ത് പോലീസ് സേനയ്ക്ക് തന്നെ മോശമാവുന്ന രീതിയിൽ ഒരു കുട്ടിയെ കൊണ്ടുപോയി പ്രവർത്തി ചെയ്തു. ശരിക്ക് ഞാൻ പറയുന്നില്ല, എനിക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ വായിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാര്യത്തിൽ കഴിഞ്ഞിട്ടില്ല, എൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇനിയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത്, മനഃപൂർവ്വം ഈ ഒരു ലൈംഗിക ഉദ്ദേശത്തോടെ ഈ കുട്ടിയെ കൊണ്ടുപോയി രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല രക്ഷിതാക്കൾ താൽക്കാലികമായി ഫിലിപ്പ് അമ്പാടിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട്. അത്തരത്തിൽ ഉത്തരവാദിത്വമുള്ള ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതലയിലുള്ള ഇരിക്കെയാണ് ഫിലിപ്പ് അമ്പാട് ഈ കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത് എന്നതാണ് ഈ ഒരു റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലൈംഗികമായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി പെൺകുട്ടിയെ കൊണ്ടുപോയതാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. ഇത് ഈ ഒരു സംരക്ഷണ ചുമതലയിലേക്ക് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് കാണുന്നത്. എഗെയിൻ പലരും സംശയിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ വീട്ടുകാർ എങ്ങനെ ഈ കുട്ടിയെ ഇവൻ്റെ അടുത്തേക്ക് വിട്ടുകൊടുത്തു എന്ന്. അതിനൊക്കെയുള്ള കൃത്യമായ തെളിവ്, ഓക്കെ, ഡിജിറ്റൽ തെളിവ് തന്നെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇവൻ ഏത് രീതിയിലാണ് ഈ കുട്ടിയുടെ വീട്ടുകാരെ കൺവിൻസ് ചെയ്തതെന്നുള്ളതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുണ്ട്. മനസ്സിലായോ? അതായത് ഈ കുട്ടിയുടെ പാസ്റ്റ് മനസ്സിലാക്കി, ഈ കുട്ടി കടന്നു പോകുന്നൊരു ട്രോമ, പാസ്റ്റ് ഇൻ ദ സെൻസ് ഒരു കുട്ടി, ആ കുട്ടിക്ക് പല രീതിയിലുള്ള, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണ്, ക്ലാസ്സിൽ തന്നെ പഠിപ്പിൻ്റെ പ്രശ്നമോ വേറെ സീനുകളോ ഉണ്ടായാലടക്കം അവർക്ക് പ്രശ്നം വരും. അവർക്ക് പല രീതിയിലുള്ള മൂഡ് സ്വിങ്സ് വരും. കുട്ടികളാണ്, പല ട്രോമാസ് ഉണ്ടാവും കുട്ടികൾക്ക്. അങ്ങനെ പല വിഷയങ്ങളും വരുന്നത് ഇപ്പം മുതലെടുക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ പാരൻസ് പറയുമ്പോൾ പാരൻസിനൊരു ഗാർഡിയനായിട്ട് ഇവൻ ചെല്ലുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ വീട്ടിലേക്ക് ഇതേപോലെ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുത്തിട്ട് എത്ര കുട്ടികളെ കൊണ്ടുവന്നിരിക്കാം, എത്ര വീട്ടുകാരെ കൺവിൻസ് ചെയ്തിരിക്കാം. ഞാൻ പറയുമ്പോൾ ഒരു വലിയൊരു അപ്രീസിയേഷൻ ഈ കുട്ടികളെ പാരൻസിന് കൊടുക്കണം. അവർ ഈ കുട്ടി പറഞ്ഞ കാര്യം മനസ്സിലാക്കി ആ കുട്ടിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തു. കൃത്യമായിട്ട് അവർ ഇപ്പോഴും ഈ കേസിന് പിന്നാലെ പോകുന്നുണ്ട്. അതിന് അവരെ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇവൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ ചില്ലറയല്ല. ഇവൻ ഈ പാരൻസിന് പിന്നാലെ നടന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതും പിന്നെ ഈ പറഞ്ഞ മാതിരി ജീവിതം അവസാനിപ്പിക്കുന്നുള്ള വെല്ലുവിളി നടത്തുന്നതും ഇതൊന്നും അല്ലാതെ ഇനി സെറ്റിൽമെൻറ്റ് വേറെ ഉണ്ട്. മനസ്സിലായോ? ഇവൻ കൺവിൻസ് ചെയ്യുന്ന ഒരു രീതി തന്നെ ഞാൻ ആകെ ഞെട്ടിപ്പോണത്. കുട്ടികളുടെ പാരൻസിൻ്റെ അടുത്ത് ഞാൻ അച്ഛനാണ്, ഈ കുട്ടിയുടെ അച്ഛനാണ്, ഞാൻ നോക്കിക്കൊള്ളാം, അവിടെ അമ്മേനെ ഉപയോഗിക്കേണ്ടവൻ. എൻ്റെ വീട്ടിൽ അമ്മയും ഞാനും സർവൻറ്റും മാത്രമാണ് എൻ്റെ അമ്മ. ഈ അമ്മേനെ എല്ലാത്തിലും പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ അമ്മേനെ കുറിച്ച് പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഇവരെ കൺവിൻസ് ചെയ്യാനും ഈ അമ്മേനെ ഉപയോഗിക്കുന്നുണ്ട്, അമ്മ പാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവൻ അമ്മാതിരി മുതലാവൻ. ഇവൻ്റെ വേറൊരു കൊടൂര നാടകമുണ്ട്, അതും കൂടി കാണിച്ചു തരാം. എൻ്റെ വീടിനടുത്തുള്ള ഈ ഒരു കെട്ടിടമാണ് ഇത്. ഇവിടെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണ് സർക്കാർ സംവിധാനത്തിൽ.
ഇപ്പോൾ അതിങ്ങനെ അന്യം നിന്ന് കിടക്കുകയാണ്. അപ്പം ഇതിനെ ഒന്ന് തട്ടിക്കൂട്ടി മക്കൾക്ക് വേണ്ടി ഒരുക്കണം. മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ കുഞ്ഞുങ്ങൾ, നിഷ്കളങ്കരായ എൻ്റെ നാട്ടിലെ കുഞ്ഞുങ്ങൾ. അപ്പം അതിൻ്റെ ഒരു പണിയിലെന്ന് ഇന്ന് മാറ്റിച്ച ദിവസമാണ് നമുക്ക് വൃത്തിയാക്കി തട്ടി കളിക്കാനും ചിരിക്കാനും അറിവും വിജ്ഞാനവും ഒക്കെ പകരുന്ന ഒരു കുഞ്ഞ് ഒറ്റമുറി കെട്ടിടമാക്കി ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ ശ്രമത്തിലാണ്. നമ്മുടെ പ്രാർത്ഥന മാത്രം മതി. പറയല്ലേ ഫിലിപ്പ് അമ്പാട് ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, ഭൂമിയിൽ ഏറ്റവും വലിയ സന്തോഷം അതാണ്. മറ്റുള്ളവന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സുഖസന്തോഷങ്ങളിൽ ഒന്ന്, അല്ലേ? അയ്യോ, അവിടെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇവൻ സന്തോഷം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക തോന്നും. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അടുത്തുള്ള വീട് ക്ലീനാക്കാൻ നടക്കുക എട്ടായി. ഇവൻ്റെ ഇങ്ങനത്തെ മോട്ടിവേഷൻ ചൊനത്തലാണ് ഈ നാട്ടുകാരെ മൊത്തം കയ്യിലെടുത്തത്. ദയവേത് നാട്ടുകാരോട് പറയാനുള്ള ഇമാതിരി കൊണ അടിക്കുന്ന നന്മ മരങ്ങൾ നിങ്ങൾ ഒറ്റയടിക്ക് വിശ്വസിക്കരുത് മക്കളെ. ഒരു മനുഷ്യനും ഇങ്ങനെ ഞാനൊന്നും കാണാതെ ഞാൻ ചെയ്യുന്നു, ഞാൻ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നു, കോപ്പാണ്. ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ 2 ലക്ഷം, ഒരാൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പോകുമ്പോൾ 1 ലക്ഷം. ഇത് ആടേത്? എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് കുട്ടികൾക്ക് വേണ്ടി, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ മുതലായി. അതിപ്പോൾ മനസ്സിലായി. എൻ്റെ നന്മ മരമേ. ഈ ഒരു പരാതി വന്നതിന് ശേഷമാണെന്ന് കരുതണം ഈ കുട്ടിയുടെ അതിജീവിതരെ വീട്ടിൽ പോയി ഫിലിപ്പ് അമ്പാട് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു എന്നൊരു ഗുരുതരമായ വിവരം കൂടി പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതായത് ഇവനല്ലട്ടാ, ഇവൻ ഈ കേസിന് പെടും എന്നുള്ളത് ഇവൻ തന്നെ ഉറപ്പായപ്പോൾ ഇവന് മനസ്സിലായി ഇത് കയ്യിൽ നിൽക്കില്ല ഇവൻ്റെ. ഇവൻ എത്രത്തോളം പിടിച്ചാലും ആരൊക്കെ കൂട്ടുപിടിച്ചാലും ഇവന് വരാനുള്ളത് ഇവന് കിട്ടുന്നുള്ളത് മനസ്സിലായപ്പോൾ ഇവൻ നൈസായിട്ട് ഇവന് വേണ്ടി സംസാരിക്കാൻ കുറച്ച് ടീമിനൊക്കെ പ്ലാനാക്കി ലക്ഷങ്ങളൊക്കെ വില പറഞ്ഞ് ഈ കുട്ടിയെ സെറ്റിലാക്കാൻ നോക്കിയ സ്കീമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല കമൻറ്റ് ബോക്സിലും പല മാന്യർ, ഞാൻ എടുത്തു വെച്ച കുറച്ച് മാന്യന്മാരുണ്ട്, ഞാൻ അവരൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഒന്ന് അന്വേഷിക്കണം ഈ മാന്യന്മാർക്ക് എവിടുന്ന ഈ ഡീറ്റെയിൽസ് കിട്ടിയെന്നുള്ളത്. കാരണം കൃത്യമായ എമൗണ്ട് ഒക്കെ പറഞ്ഞ് അവർ ഇടുന്നുണ്ട്. ഈ കുട്ടിയുടെ വീട്ടുകാർ കാശ് വാങ്ങി വീണ്ടും കാശ് ചോദിച്ചപ്പോൾ കൊടുക്കാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഈ ഇൻസിഡൻറ്റ് പുറം ലോകം അറിഞ്ഞ് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിത്തിൻ ഹവേഴ്സ് കൊണ്ടാണ് കേട്ടോ ഇവർ ഈ കണക്കൊക്കെ പറഞ്ഞ് ഈ കമൻ്റ് ഇട്ടുള്ള ചിലർ. അപ്പം എനിക്കൊരു സംശയം, ഇവൻ ഈ ആൾക്കാരെ സെറ്റാക്കി വെച്ചിട്ടാണ് ഇവൻ പോയിട്ടുള്ളത്. മനസ്സിലായോ? ഇവൻ്റെ ഭാര്യയും മകളും ആണെങ്കിലും കഴിഞ്ഞ ദിവസം വന്ന് ന്യൂസ് 18 മുന്നിൽ നടത്തിയ നാടകം അത് വേറൊരു തെളിവാണ്. പിന്നെ ഒരു വക്കീൽ അതിലും വലിയ മികച്ച വക്കീലായതുകൊണ്ട് വക്കീലും എന്ത് ചെയ്യുന്നുണ്ട്, അതേ നാടകത്തിൽ വക്കീലായതുകൊണ്ട് പിന്നെ നാടകം കളിക്കും, അത് ഉറപ്പാണ്. കാരണം വന്ന ക്ലയൻറ്റിന് എങ്ങനെയും പിഴിഞ്ഞ് പൈസ വാങ്ങണം എന്നുള്ളത് മാത്രം ചിന്താഗതിയാണല്ലോ. പിന്നെ ഇങ്ങനത്തെയൊക്കെ കേസുകളിൽ മാത്രം അപ്പിയർ ചെയ്യുന്നൊരു വക്കീലും കൂടി ആകുമ്പോൾ അയാൾക്കിത് ചെയ്തേ പറ്റൂ. അപ്പം അയാളുടെ കുറച്ച് കുരുട്ടുബുദ്ധിൻ്റെ മുകളിലായിരിക്കണം ഭാര്യയും മകളും വന്നത്. അതെന്തായാലും പാളിപ്പോയി. പിന്നെ ഇവരെ വീട്ടിലേക്കും ബാക്കി ഇവരെ ബന്ധുക്കളെയൊക്കെ വിളിക്കാനൊക്കെ ഏൽപ്പിച്ച കുറേ എണ്ണങ്ങൾ ഉണ്ടായിരുന്നു. ഇതേപോലെ സെറ്റിൽമെൻറ്റ് പറഞ്ഞ് ലക്ഷങ്ങൾ സെറ്റിൽമെൻറ്റ് പറഞ്ഞ്. ഞാൻ ആലോചിക്കുന്നത് സൊസൈറ്റിയിൽ എത്രത്തോളം ഡേഞ്ചറാണ് ഇവനൊക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളുകളിൽ ഇത് ആളുകൾ മറക്കും. ഇവൻ വീണ്ടും തിരിച്ചു വന്നൊരു ഗിവ് അവേയോ അല്ലെങ്കിൽ ഒരു ചാരിറ്റിക്ക് 10 ആൾക്ക് വീടോ അല്ലെങ്കിൽ ഒരു 4-5 ആൾക്കാരെ കാണിച്ചിട്ട് എല്ലാവർക്കും ഒരു 5 ലക്ഷം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവന് കൈയടിക്കാനും ആൾക്കാർ വരും. എൻ്റെ കേസ് നാട്ടുകാർ മറന്നു പോകും. ഇവിടെ അങ്ങനെയാണല്ലോ. ഏത് കള്ളനും കൊള്ളക്കാരനും പെണ്ണുപിടിയനും നാളെ നന്മമരമാണെന്നുണ്ടെങ്കിൽ 4 റീൽസ് BGM ഇട്ട് 10 ചാരിറ്റി ചെയ്ത് നാട്ടുകാർ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്തവനോട് ഈ എന്താണാ ചെയ്തിക്കണേന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന സമൂഹമാണുള്ളത്. അല്ലാതെ ആ മാറി എന്ത് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരുത്തനാ, ഓൻ ഏത് രീതിയിൽ കേസപ്പെട്ട ഒരുത്തനാന്നൊന്നും നോക്കില്ല. ഓൻ ചെയ്തോൻ്റെ പാസ്റ്റ് ഇവിടെ നാട്ടുകാർ നോക്കില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ ചാനലിന് കയറി ഇരുന്നിട്ട് വെളുപ്പിക്കാൻ വേണ്ടി 10 ഇൻ്റർവ്യൂവും കൊടുക്കും. അതിൽ 4-5 വട്ടം കരയും ചെയ്യും. ഇതേപോലെ 2 അമ്മേനെ കെട്ടിപ്പടുത്തുണ്ടാവും. ഇതേപോലെ ഡിവോഴ്സ് ചെയ്ത ഭാര്യയെ തിരിച്ചു കൊണ്ടുവന്ന് നന്മമരം ഫിലിപ്പ് മമ്പാട്. അങ്ങനെ ഒരു സ്കീനും കാണാം. പിന്നെ അച്ഛൻ പാസം, അമ്മ പാസം, ഭർത്താവ് പാസം വേറെ. ഒരാൾക്ക് ഇവിടെ വെളുത്തു കൊണ്ടുവരാൻ ഇവിടെ ഭയങ്കര സുഖമാണ്. പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെളുപ്പിക്കാൻ ആളുകളുണ്ട്, വെളുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. വെളുത്തിട്ട് പറഞ്ഞ ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ വെളുപ്പിക്കാൻ മാത്രം ആ ക്രീമിനേക്കാൾ എഫക്റ്റുള്ള പേജുകളും ആളുകളും നാക്കുകളും ഉള്ള കാലമാണ്.
അപ്പം അങ്ങനത്തെ ഒരു ടൈമിൽ ഇവന് വേണ്ടി സംസാരിക്കാൻ ആളുകൾ കാണും, ഇവന് വേണ്ടി സെറ്റിൽ ചെയ്യാൻ ആളുകൾ കാണും. ഇവനോടൊരു 20 ലക്ഷം പറയും, സെറ്റിൽമെൻറ്റിന് അപ്പുറത്ത് പോയി 15 പറയും, 5 എടുത്ത് പോക്കറ്റിലിടും. ഇവനെ അടുപ്പിലൂതുന്ന, ഇവനെ ആസനത്തിലൂതുന്ന അവിടെ ആൾ കാണാതിരിക്കും, ഉണ്ടാവും സെറ്റിൽമെൻറ്റ്. അപ്പം ഇവൻ ചെയ്ത കാര്യം ഇവന് മനസ്സിലായതുകൊണ്ടാണല്ലോ ഇവൻ സെറ്റിൽമെൻറ്റിന് ഒരാളെ റെഡിയാക്കിയിട്ടുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിൽ സെറ്റിൽമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിനുള്ള തെളിവുകളുണ്ട്. എന്താണെങ്കിലും രാഹുൽ ഈശ്വറിനും ടീമിനെയും കാണാനില്ല, എവിടെ പോയോ ആവോ. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ പറയാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറേ കാര്യങ്ങൾ പുറത്തു വരും. പിന്നെ ആ മാജിക്കിൽ പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും. ഏത് അപ്പോൾ വേറെ കേസുകളൊക്കെ പുറത്തു വരും, പാസ്റ്റ് പഴയതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഉള്ള കേസായിട്ട് പോയാൽ പോരെ. അതുകൊണ്ട് ഇനിയും ഫിലിപ്പ് എംബാഡിന്ന് ജയ് വിളിക്കുന്ന ഹോയ് ഹോയ് പറയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവൻ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ സിസ്റ്റമാണ്, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. വിക്ടിമിന് പ്രൊട്ടക്ഷൻ കിട്ടും അല്ലെങ്കിൽ ഇരയ്ക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ല. കാശ് അറിയാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഊരിച്ചു കൊണ്ടുവരാനും ആൾക്കാരുണ്ട്, ഇവന് വേണ്ടി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കാനുള്ള ആൾക്കാരുണ്ട്, ഉള്ള തെളിവുകൾ അത് വൈറ്റ് വാഷ് ചെയ്ത് കളയാൻ ആൾക്കാരുണ്ട്, ഇവനെ വെളുപ്പിച്ചെടുത്ത് നന്മമരമാക്കാനും ആൾക്കാരുള്ള ഒരു നാട്ടിൽ നാളെ ഇവൻ വീണ്ടും ഇതിലും വലിയ നന്മമരായിട്ടൊക്കെ പുനർജനിക്കും. മനസ്സിലായോ? ഫിലിപ്പ് എംബാഡ് ബാബയായി മാറും ചിലപ്പോൾ, അവൻ പറയാൻ പറ്റില്ല. പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കണ്ണിൽ പൊടിയിട്ടിട്ടാണ് ഇവൻ വളർന്നിട്ടുള്ളത്. ഇവൻ നാളെ തിരിച്ചു വന്നിട്ട് ഖുറാനും വായിച്ച് 2 ഹദീസും പറഞ്ഞ് ഏതെങ്കിലും ഒരു പന്തലും ടാർപ്പായും കിട്ടിയൊരു ഉസ്താദിൻ്റെ ഒപ്പം കൂടി എനിക്ക് മാനസാന്തരം വന്നു ഞമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി വിശ്വസിക്കാൻ ആൾക്കാരുണ്ടാവും. റമദാൻ മാസം തുടങ്ങിയോണ്ട് ഇത് അകത്തായതുകൊണ്ട് ഇവൻ തൊപ്പിട്ട് വന്നില്ല. ഇല്ലെങ്കിൽ ഈ കേസ് നടക്കുമ്പോൾ ഈ ചെങ്ങായി പുറത്ത് ജാമ്യത്തിലാണെന്നുണ്ടെങ്കിൽ തൊപ്പിട്ട് വന്നിട്ട് പടച്ചോനെയും വിളിച്ചിട്ട് നാട്ടുകാരെ കൺവിൻസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതാണിത് മുതൽ. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിലൊരു അപ്ഡേറ്റ്. ഇനി നിങ്ങൾ പറയരുത് ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ് അല്ലെങ്കിൽ ലഹരി മാഫിയ അവനെ കൊടുക്കാൻ നോക്കിയ കേസാണെന്ന് നിങ്ങൾ പറയരുത്. കാരണം കൃത്യമായ എവിഡൻസും തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇല്ലാതാവുമോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ അത് ലഹരി മാഫിയ അല്ല, ഇവന് വേണ്ടി പണിയെടുക്കുന്ന ഇവൻ്റെ പിന്നിലുള്ള ചാരിറ്റി മാഫിയ, അവർ കളിച്ചു എന്ന് പറയണം.